അപ്പോൾ നമ്മൾ ഉടുപ്പിയിലെ മറ്റൊരു ബ്രേക്ക്ഫാസ്റ്റ് പോയിൻ്റാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറുന്നത് പൈ ടിഫിൻസ് എന്നാണ് പറയുക. പൈ ടിഫിൻസ് ഇവർക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ട്. മണിപ്പാലിലുണ്ട്. ഇത് ഒരു പുതിയ ബ്രാഞ്ചാണ്. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വലിയ ഇലയിൽ നീളമുള്ള ഇഡ്ഡലി ഉണ്ടായിരുന്നു. വാഴ ഇലയിൽ ഇങ്ങനെ ചുറ്റി. അത് പക്ഷേ ഈ സമയത്ത് തീർന്നു എന്നാണ് പറഞ്ഞത്. രാവിലെ കുറച്ചേ ഉണ്ടാക്കുള്ളൂ. അതിൻ്റെ പേരാണ് മൂട. പിന്നെ കൊട്ടിക എന്ന് പറഞ്ഞിട്ട് ജാക്ക് ഫ്രൂട്ടിൻ്റെ ഇലയിൽ പ്ലാവിലയിൽ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുണ്ട്. അപ്പോൾ അത് പറയാം. ദാറ്റ് ഈസ് കൊട്ടികേന. ഓക്കെ. പിന്നെ നമുക്ക് സാമ്പാർ ഇഡ്ഡലി പറയാം. ഇത് രണ്ടും പറയാം. ദിസ് ഈസ് കൊട്ടിക രണ്ടല്ലോ. ഇത് വളരെ സ്പെഷ്യലാണ് കേട്ടോ. സിംഗിൾ ഇഡ്ഡലി വിത്ത് സാമ്പാർ ഇഡ്ഡലിയാണ്. ഒരു വലിയ ഇഡ്ഡലി. അപ്പോൾ ഇതെല്ലാം പൈ ടിഫിൻസിൽ വന്നാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. എല്ലാ കടയിലും എല്ലാ കാര്യങ്ങളും കിട്ടില്ല. ഇത് നോക്കേ, ഇതെവിടെയും നമ്മൾ കാണാത്ത കാര്യമാണ്. ജാക്ക് ഫ്രൂട്ട്. ഇതൊക്കെ ശരിക്കും തുളു ഐറ്റംസാണ്. ഈ കൊങ്ങിണി ആൾക്കാരും തുളു ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന വീടുകളിൽ ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. നല്ല ചൂടായിട്ട്. അപ്പോൾ നമ്മുടെ കൊട്ടിക എന്ന് പറയുന്ന ഈ ഇഡ്ഡലി ഒന്ന് തുറക്കാം. അപ്പോൾ ഇത് ഈർക്കിൽ വെച്ച് കുത്തിയാണ് വെച്ച് ഇങ്ങനൊരു മൂട് പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. 4 കോർണേഴ്സിലും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് രസമല്ലേ? ക്യൂട്ട്. വാ. ഇപ്പോൾ ഒരു ഫ്ലോറൽ ഷേപ്പ് ഇഡ്ഡലിയുടെ. സാമ്പാറും ഇതിൻ്റെ കൂടെ ഒരു കുറുമയും കിട്ടും. അടിപൊളി. ഫുൾ നെയ്യുടെ ടേസ്റ്റ്. ഇതിൻ്റെ മുകളിലെല്ലാം കുറേ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആഹാ, ഇത് നെയ്യ് ഇഡ്ഡലി പോലെ ഉണ്ടല്ലോ. നോക്കൂ, എൻ്റെ ടോപ്പ് പോർഷൻ നോക്കിയാലേ. ഞാനിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ആ നെയ്യ് ഇങ്ങനെ ആ ചൂട് ഇഡ്ഡലിയിൽ നിന്ന് നെയ്യ് ഈസ് കമ്മിങ് ഔട്ട് ഊസി. ഇവരുടെ എല്ലാം പ്രത്യേകത വെച്ചാൽ ഇഡ്ഡലി ഭയങ്കരമായിട്ട് അങ്ങോട്ട് അരച്ചല്ല ഉണ്ടാക്കുന്നത്. പക്ഷെ തരിതരിപ്പായിട്ടാണ്. സാമ്പാറിൽ മുങ്ങി കിടക്കുന്ന ഇഡ്ഡലി. ഉടുപ്പി സാമ്പാർ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലാണ്. ചെറിയൊരു മധുരമൊക്കെ ആയിട്ട്. ഉടുപ്പി സാമ്പാറിനെ കുറിച്ച് ഒരുപാട് ഇറ്റ്സ് വെരി ഫേമസ്. ഒരുപാട് കാര്യങ്ങൾ ചേർത്തുണ്ടാക്കണം. നമ്മുടെ സാമ്പാറല്ല, എൻറ്റയർലി ഡിഫറെൻറ്റ്. സ്വീറ്റ്നെസ്സും എരിവും എല്ലാം ഉണ്ട്. ബില്ല് വന്നു. എന്ത് കുറവ് നോക്കിയേ. ഓൺലി 95 റുപ്പീസ്. കൊട്ടികയ്ക്കൊക്കെ 33 രൂപയേ ഉള്ളൂ. പ്ലസ് ഇഡ്ഡലി സാമ്പാറിന് 38 രൂപ. മിനറൽ വാട്ടറിനാണ് ഏതാണ്ട് 20 രൂപ. ഓക്കെ, അല്ലെങ്കിൽ 95 പോലും ആവില്ല. വെരി സാറ്റിസ്ഫൈങ് ബ്രേക്ക്ഫാസ്റ്റ്. ചീപ്പ് റേറ്റ് ഓൾസോ. അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഇവിടുത്തെ ഉടുപ്പി വിഭവങ്ങളൊക്കെ കഴിച്ചിട്ട് പൈ ടിഫിൻസിൽ നിന്ന് ഇറങ്ങുന്നു. ഇവരുടെ പഴയ കടയുണ്ട്. ഇത് പുതിയ കടയാണ്. പക്ഷേ രണ്ടും സെയിം. മണിപ്പാൽ സൈഡിലാണ് ഒരു പഴയ കടയുണ്ട്. ഇനി അടുത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിലേക്ക് പോകണു. അതും ഇവിടുത്തെ വളരെ ഫേമസ് വുഡ്ലാൻഡ്സ്. നമ്മൾ മാംഗ്ലൂരിലൊരു വുഡ്ലാൻഡ്സിൽ പോയി. ഇത് ഇവിടുത്തെ വുഡ്ലാൻഡ്സാണ്. വുഡ്ലാൻഡ്സ് ഹോട്ടൽ. അതും വളരെ സ്പെഷ്യൽ. അവിടെ പത്രോടയൊക്കെ കിട്ടുന്ന പറയുന്നത്. ദാറ്റ് ഈസ് കൊങ്ങിണി ഐറ്റംസ് ഒക്കെ. അങ്ങോട്ട് പോകാം. ഇവിടെ സ്പെഷ്യൽ കൊങ്ങിണി ഡിഷസ് എല്ലാം കിട്ടും. ഉടുപ്പി സ്പെഷ്യൽ. ഇവിടെ എല്ലാ ഉടുപ്പി സ്പെഷ്യാലിറ്റീസും കിട്ടും കേട്ടോ. ഈ പ്രധാനപ്പെട്ട ഈ ഏരിയയിലുള്ള കംപ്ലീറ്റ്. എന്തൊരു സന്തോഷം. ഇവിടെ ഉണ്ടല്ലോ ചൗ ബാത്ത് എന്ന മെനുവിൽ കാണുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഉപ്പുമാവിൻ്റെ കൂടെ ക്ഷീര, അതായത് കേസരിയും കൂടി ചേർത്ത് കോമ്പിനേഷനിൽ തരുന്നതിനാണ് ചൗ ബാത്ത്. കുറേ ഉണ്ട്. ബട്ടർ മസാല ദോശ, ഗീ മസാല ദോശ, ഓപ്പൺ പൊടി മസാല ദോശ, കുറേ സാധനം. പിന്നെ അറിയാമല്ലോ ഈ ഭാഗത്തെ സ്പെഷ്യൽ നീർദോശയാണ്. അപ്പോൾ ഇവിടെ നീർദോശ വിത്ത് കോക്കനട്ട് ജാഗറി ഉണ്ട്. നീർദോശ വിത്ത് പനീർ ഗീ റോസ്റ്റും ഉണ്ട്. അതായത് പിന്നെ നോൺ വെജ് കടകളിലാണെങ്കിൽ ഗീ റോസ്റ്റ് മസ്റ്റാണ്. സാധാരണയായിട്ട് ചിക്കൻ ഗീ റോസ്റ്റ്, പിന്നെ പ്രോൺസ് ഗീ റോസ്റ്റ്, മട്ടൺ. ഇവിടെ പനീർ ഗീ റോസ്റ്റ് കിട്ടും. പിന്നെന്താ പറയുക, റവ ദോശയുടെ പല സാധനങ്ങളുണ്ട്. മൂടെ വന്നു. ഇത് നമ്മൾക്ക് കഴിഞ്ഞ കടയിൽ കിട്ടിയില്ല, അവിടെ തീർന്നു പോയിരുന്നു. ദിസ് ഇസ് മൂടെ. ഇത് കണ്ടല്ലോ. ഇത് ബനാന ലീഫാണോ? അല്ല, ഇതൊരു തരം പാം ലീഫാണ് കേട്ടോ. അതിങ്ങനെ വെച്ചിട്ട് ഒരു മൂട ഉണ്ടാക്കും, ഒരു കുട്ട മാതിരി. ഇതിട്ട് അതിനകത്ത് മാവ് നിറച്ചിട്ട് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കും. ഇതാണ് മൂടെ.
ദിസ് ഇസ് അഗെയിൻ ഇവിടുത്തെ ഉടുപ്പി സ്പെഷ്യലാണ്. കൂടെ ഒരു സാമ്പാർ ആൻഡ് ചട്നി. ഞാനൊരു കഷായം പറഞ്ഞിട്ടുണ്ട്. കഷായം എന്ന് വെച്ചാൽ കഷായപ്പാൽ, പെപ്പർ, മഞ്ഞളൊക്കെ ഇട്ടിട്ട് നല്ല ഇത് തൊട്ടയ്ക്കൊക്കെ ഭയങ്കര നല്ലതാണ്. പ്ലസ് ഇവിടുത്തെ ഹോർലിക്സ് മിൽക്ക് അഗെയിൻ ഭയങ്കര നല്ലതാണ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ സ്ഥലത്തെ സ്പെഷ്യാലിറ്റീസ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് പോവാണ്. ടെസ്റ്റിംഗ് അല്ല കേട്ടോ, ടേസ്റ്റിംഗ്. ഇതൊക്കെ ഒരു പഠനമാണ്. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ആ റീജിയണൽ ആയിട്ടുള്ള ഫുഡ് എന്താണോ അത് നമ്മൾ കഴിക്കുക, ടേസ്റ്റ് ചെയ്യുക. അതൊക്കെ ഒരു അവസരമാണല്ലോ, ദൈവം തന്നൊരു അവസരമായിട്ട് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഉടുപ്പിയിൽ വന്നാൽ മസ്റ്റ് ട്രൈ ആണ് വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വന്നിരിക്കുന്നത്. വുഡ്ലാൻഡ്സിൽ ഇല്ലാത്ത സാധനങ്ങളില്ല, ഗംഭീരമാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാനും, ഒരു ലഞ്ച് ടൈം എന്ന് പറയുമ്പോൾ 12 മണി തൊട്ട് 3 മണി വരെയാണ്. അത് എപ്പോഴെങ്കിലും കറങ്ങി ഇവിടെ തന്നെ വരാം. അപ്പോൾ മൂടിയുടെ കവറിങ് നമ്മൾ മാറ്റുന്നു. ഇത് ഇങ്ങനെയാണ് വരുന്നത്, കണ്ടല്ലോ. ദിസ് ഇസ് എ പാം ലീഫ്. ഒരു പ്രത്യേക തരം ചുറ്റി ഇങ്ങനെ ആണി പോലെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇതൊക്കെ അതിനകത്ത് കിട്ടുന്നൊരു മുള്ളാണ്. ആ മുള്ള് വെച്ചിട്ടാണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറുക്കൽ പോലെ കുത്തി വെച്ചിരിക്കുന്നത്. കഷായപ്പാല്, ഹോർലിക്സ് പാല്, ചെറിയ ഗ്ലാസ്, പക്ഷെ ഭയങ്കര ക്യൂട്ടായിരിക്കും. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കും. നല്ല ഭദ്രമായിട്ടാണ് സീൽ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ മാവ് പോവുമല്ലോ പുറത്തേക്ക്. അതാണ് മൂട എന്ന് പറയുന്ന ഇഡ്ലി എന്നാരും പറയില്ല, മൂട എന്ന് പറയും. കറക്റ്റ്, കിട്ടി. So this is it. And finally success. ഇനി ഇതിലേക്ക് ചമ്മന്തി, സാമ്പാർ, നമ്മുടെ ഉടുപ്പി സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇഡ്ലി കട്ട് ചെയ്ത് മൂടെ ഇഡ്ലി അല്ലേ മൂടെ ഇങ്ങനെ കുതിർത്തെടുക്കുന്നു. വിത്ത് ചമ്മന്തി കഴിക്കും. ടേസ്റ്റ് ഇഡലി തന്നെയാണ്, പക്ഷെ കുറേ നീളമുള്ളൊരു ഷേപ്പിലുള്ള ഇഡ്ലി. പക്ഷെ മൂടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞോ. നല്ല സാമ്പാർ, നല്ല ചമ്മന്തി. ഉടുപ്പി സാമ്പാറിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. മസ്റ്റ് ട്രൈ കേട്ടോ. നമ്മുടെ ഹോർലിക്സ് പാൽ ഇത് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. എന്താണ് സ്പെഷ്യൽ നോക്കട്ടെ. ചൂട് നല്ല ഹോർലിക്സ് പാൽ. ദിസ് ഇസ് ദി കഷായം മിൽക്ക്. ഇത് നമ്മൾ പണ്ട് നാഗർകോവിലിൽ ഒരു കടയിൽ നിന്നും കഴിച്ചിട്ടുണ്ട്. നല്ല ആയുർവേദ ടേസ്റ്റ് ഇവിടുത്തെ കഷായം തന്നെയാണ്. നമ്മൾ കർക്കിടക മാസത്തിലെ മരുന്ന് കഞ്ഞി കുടിക്കില്ലേ, അതിനകത്തിടുന്ന കുറച്ച് മരുന്നുണ്ട്, അതിൻ്റെ അതേ ടേസ്റ്റാണ്. ആ മരുന്ന് പോലെ ഉള്ള ഒരു മിക്സ് ആയിരിക്കണം പാലിൽ കിട്ടാൻ. പക്ഷെ ഇത് ഭയങ്കര ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. ആൻഡ് അവർ ഹോർലിക്സ് പാലൊക്കെ കുടിക്കുമ്പോൾ ചെറിയ കുട്ടിയായിരുന്ന കാലമൊക്കെ ഓർമ്മ. ഹോർലിക്സ് ഒക്കെ ആ സമയത്തല്ലേ അമ്മയൊക്കെ തരുന്നേ, ഹോർലിക്സ് പാൽ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വന്നാൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതെല്ലാം. മസ്റ്റ് ടേസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം. പിന്നെ ഓഫ് കോഴ്സ് ഗോളി ബജെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. മസാല ദോശയുടെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ദോശാസിൻ്റെ ഒരു കളക്ഷനുണ്ട്. അതെല്ലാം മസ്റ്റ് ട്രൈ ഐറ്റംസ്. ഇനി ഇവിടെ ലഞ്ച് എന്താണെന്ന് നമുക്കൊരു ദിവസം വന്ന് കാണാം. ഇതെല്ലാം കഴിച്ചിട്ട് അങ്ങനെ നല്ല ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ നിന്നായിരുന്നു. നല്ല ആംബിയൻസ് ഒക്കെ കേട്ടോ, നല്ല ഫുഡ്, നല്ല ആംബിയൻസ്. ഞാനിപ്പോൾ വീണ്ടും ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് തന്നെയുണ്ട്. ക്ഷേത്രത്തിൻ്റെ തൊട്ട് സൈഡിൽ, അതായത് ഇപ്പുറത്തെ സൈഡിലാണ് മിത്ര സമാജ്, വെരി ഓൾഡ് ഹോട്ടൽ. ഒറിജിനൽ 1949 1949 തൊട്ടുള്ളതാണ് മിത്ര സമാജ്. അകത്തേക്ക് പോകാം. ഇത് ക്ഷേത്രത്തിൻ്റെ ചുറ്റും തന്നെയാണ് ഇത് ഈ കാണുന്ന സ്ഥലമൊക്കെ. അതായത് നമ്മൾ കുളത്തിൻ്റെ ഭാഗത്തേക്ക് സീക്രട്ട് പോണ്ടിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ക്യൂവിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ഭാഗത്തുമ്പോൾ ഇങ്ങനെ റോഡ് കാണാൻ പറ്റും. ആ സൈഡിൽ നിന്ന് ആ റോഡിലാണ് ഈ
മിത്ര സമാജ് ഇരിക്കുന്നത് ക്ഷേത്രത്തോട് ചേർന്ന് 49 മുതലുള്ള സ്ഥാപനമാണ്. കാലുകൊടുക്കും ഫേസ്ബുക്ക്. നല്ല തിരക്കുണ്ട് ഇവിടെ. ഒരു ബന്ന്, ഒരു പൂരി, പിന്നെ എന്തോ വേറെ മസാല ദോശ. ആ ഇല്ല, ഷീര ഉപ്പുമാ. ഓക്കെ, അപ്പോൾ എല്ലാം പോട്ടെ. ഒരു ഉപ്പുമാവ്, ഷീര, പൂരി, ബൺ. ഓക്കെ, പൂരി. ഓക്കെ. ഷോർട്ടേജ് ഓഫ് ഗ്യാസിന്റെ പ്രശ്നമാണ്. എല്ലാ ഐറ്റമൊന്നും ഇല്ല മെനുവിലുള്ള. ഇപ്പം ഇത്രയിൽ കിട്ടും. എല്ലാ സ്ഥലത്തും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇവിടെ വന്നപ്പോൾ ഇവിടെയും മാംഗ്ലൂരല്ല, കൂടുതലും ലേഡീസ് സ്റ്റാഫാണ് വിളമ്പാൻ വരുന്നതും സർവീസിന് വരുന്നതും വെയിറ്റേഴ്സ് ആയിട്ട്, പിന്നെ മേശ ക്ലീൻ ചെയ്യുന്ന എല്ലാം ഓൾമോസ്റ്റ് എവറിബഡി ഫീമെയിൽസ്, ലേഡീസ്. ഉപ്പുമാവ് ആൻഡ് ഷീര കമ്മിങ് ഫസ്റ്റ്. ഷീര എന്ന് വെച്ചാൽ നമ്മുടെ കേസരി. ഉപ്പുമാവും അതുപോലെ കൊണ്ടുവരുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. സോഫ്റ്റ് ഉപ്പുമാവ്, ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് ഉപ്പുമാവില്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കൊള്ളാട്ടോ. അങ്ങ് സ്വീറ്റ് വേർഷൻ ഷീര, അത് കേസരി. ആ, ഇതെല്ലാം നല്ല ചൂടായിട്ട് കഴിക്കുന്നത്. നല്ല ചൂടുണ്ട്. ഉപ്പുമാവിൻ്റെ ചൂടുണ്ട്, ഷീരയ്ക്ക് ചൂട്. അടിപൊളി. ഇത് 2 മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ മിത്ര സമാജുകൾ വരിക, എന്നാൽ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ കാണാം. ഒന്ന് മസ്റ്റായിട്ട് കഴിക്കണം, ഷീര, ഉപ്പുമാവ്. ആ സ്വീറ്റ് സേവറി മാറി മാറി കഴിക്കണം. അടുത്ത കാര്യം വരുന്നുണ്ട്. ദിസ് ഇസ് ദ മാംഗ്ലൂർ ബൺസ് വിത്ത് ചമ്മന്തി. ഓ, ഇഞ്ചിയൊക്കെ കിടക്കും. നന്നായിട്ട് ഇഞ്ചിയെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പുമാവിൽ കിട്ടിയപ്പോൾ. ഇത് ബണ്ണ് നോക്കിയാൽ സൈസിൽ കുറച്ചുകൂടെ ചെറുതാണ്, കോമ്പാക്റ്റ് ആണ്, പക്ഷേ ഇറ്റ്സ് വെരി ഹോട്ട് ആൻഡ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ സംഭവം തന്നെയാണ്. ഫുള്ള് പൊള്ളയായിരിക്കും. മൈ ഗോഡ്, സോ നൈസ്. കണ്ടാൽ തന്നെ അറിയാം. ചൂട് പുറമെ ഭയങ്കര ക്രിസ്പി ആൻഡ് അകത്ത് നല്ല ഒരു ഹോളോ പോലെയുള്ള ഓപ്പണിങ്. നല്ല പഫിയാണ്. ഇതാണ് അതിൻ്റെ റിയൽ ആയിട്ടിരിക്കേണ്ടത്. ഓക്കെ, ഗംഭീരം. ഇവരെല്ലാം പഴയ രീതിയിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അതായത് പഴം കുഴച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ കുറച്ച് പഴത്തിൻ്റെ ഒരു ഇങ്ങനെ കുഴഞ്ഞൊരു ഭാഗം ഞാൻ കണ്ടു. അതേസമയം ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള ആൾക്കാരെല്ലാം ബനാന എസൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാറുണ്ടെന്ന് പറയുന്നു. ഇത് മസ്റ്റ് ട്രൈ. ഇവിടുത്തെ ബനാന ബൺസ്, ഓർ മാംഗോ ബൺസ്. ബണ്ണെന്ന് പറഞ്ഞാൽ മതി, ബനാന ബണ്ണ്. മാംഗ്ലൂർ പോകുമ്പോൾ അവിടെ ബനാന ബണ്ണിന് നമ്മൾ മാംഗ്ലൂർ ബൺസ് എന്ന് പറയും. ഇനി പൂരി മസാല. ചൂട് പോകുന്നതിന് മുമ്പ് കഴിക്കുക എന്നുള്ളതാണ് ആവശ്യം. നമ്മൾ സാധാരണ പൂരി ചട്നിയുടെ കൂടെ കഴിക്കില്ലല്ലോ, മസാലയുടെ കൂടെ. അടിപൊളി മസാല, അണ്ടപ്പൂരി എല്ലാം കൂടെ. ഈക്വലി ഗുഡ്. ഇത് വയറ് നിറയെ കഴിക്കും. അങ്ങനെ എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഫൈനലി ഒരു നല്ല ഫിൽറ്റർ കോഫി കൊണ്ട് അവസാനിപ്പിക്കാം. ചൂട് ഇവരിങ്ങനെ ഭയങ്കര ഡബറ പോലൊരു സാധനമുണ്ട്, അത് തരില്ല കേട്ടോ. ജസ്റ്റ് ലൈക്ക് ദിസ്. നല്ല കടുപ്പമാണ് ഇവിടുത്തെ ഫിൽറ്റർ കോഫി. സ്ട്രോങ്, ഇത്രയും സ്ട്രോങ് വേണ്ട. ഞാൻ കോഫിയുടെ ആളെയല്ല, പക്ഷെ എനിക്ക് പറയാൻ പറ്റും വെരി സ്ട്രോങ്. കാണുമ്പോൾ അറിയില്ല. എൻ്റെ കളർ നോക്കി, ഡാർക്ക് അത്രയും സ്ട്രോങ്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും വേണ്ടത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ പറയണം എന്ന് തോന്നുന്നു. മധുരമൊന്നും അറിയില്ല, നല്ല കടുപ്പം. ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം. പൈസയും കൊടുത്തിട്ട് പോവാം. അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അതാണ് കട. മിത്ര സമാജ്, വെരി ഓൾഡ്, 77 വർഷം പഴക്കം. അത് നമുക്ക് വിശ്വസിച്ച് കയറാമല്ലേ. പഴയ കടകളാകുമ്പോൾ ഒത്തൻറ്റിക് റെസിപ്പീസ് ആയിരിക്കും. അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യും. വലിയ ആഡംബരമൊന്നും ഉണ്ടാവില്ല, ബട്ട് ഇറ്റ് ഈസ് ഗുഡ്. ഇത് കംപ്ലീറ്റ് ഒരു ഹെറിറ്റേജ് ബിൽഡിങ്ങിൻ്റെ ഏരിയ ആണ്. അത് നോക്കി അമ്പലമായിട്ട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം. ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ബിൽഡിങ് കാണുമ്പോൾ അറിയാമല്ലോ. ഇതൊക്കെ പഴയ ബിൽഡിങ്സ് ഉണ്ട്. പഴയ കുറച്ച് ഉടുപ്പിയുടെ ഒരു
മുഖച്ഛായ നമുക്കിവിടെ അറിയാൻ പറ്റും ഈ ഭാഗത്ത്. കംപ്ലീറ്റ് ഒരു ഹോളി ഏരിയ ആണ്. ടെമ്പിൾ പ്രിമൈസസ്. ഇവിടെ നോക്കിയാൽ ഗോപുരമൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. വേറെ ഇങ്ങനെ കുറച്ച് കാണാം. അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം കാണാം. ഇവിടെ എല്ലാ സ്ഥലത്തും മന്ത്രധ്വനികളാണ്. ഇവിടെ അവിടെയും കേൾക്കാം, ഇവിടെയും കേൾക്കാം. ഇതുണ്ട് വളരെ പഴക്കം ചെന്ന്. ഇവിടെ എല്ലാം കുറേ ഗസ്റ്റ് ഹൗസുകൾ, താമസിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നല്ല വീതിയുള്ള റോഡ്, ശ്രദ്ധിച്ചോ അത്. അപ്പോൾ ഇതുവഴിയൊക്കെയാണ് അലങ്കാരമൂർത്തിയായിട്ട് പുറത്ത് വന്നിട്ട് മറ്റേ രഥത്തിൽ കൊണ്ടുവന്നിങ്ങനെ വെഞ്ചാമരം വീശിയിട്ടുള്ള പൂജയൊക്കെ നടക്കുന്നത്. ഇതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ്. ഓക്കെ, ഇനി ഞാൻ തിരിച്ചു പോകണു. തിരിച്ച് റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങുന്നു. ഓക്കെ, ഇനി ലഞ്ച് സ്പോട്ട്സിലേക്കായിരിക്കും അടുത്ത് പോകാൻ പോണേ. ഇനി ഉച്ച സമയം ആയതുകൊണ്ട് വേറെ പുറം കാഴ്ചകളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. പറ്റുമെങ്കിൽ ഈവനിങ് ടൈം ആകുമ്പോൾ ബീച്ചിൻ്റെ സൈഡിലേക്കൊക്കെ പോകാം. അപ്പോൾ സന്തോഷം. താങ്ക് യു. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ വീഡിയോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഉടുപ്പി വിശേഷങ്ങൾ തീരുന്നില്ല, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ